ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ സമഗ്ര മാറ്റവുമായി മോട്ടോർ വാഹന വകുപ്പ്. ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വർധനയുണ്ടാകും. ഇനി ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നയാളും ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥനും ഇനി മുതൽ പരീക്ഷ പാസ്സാവണം. ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ നിലവിൽ 20 ചോദ്യങ്ങളാണുള്ളത്. ഇത് 30 വർദ്ധിപ്പിക്കും. 12 ചോദ്യം എന്നത് മാറി 18 ചോദ്യങ്ങൾ ശരിയാക്കണം. ഓരോ ഉത്തരം മാർക്ക് ചെയ്യാനും 30 സെക്കൻഡുകൾ നൽകും. നേരത്തെ 15 സെക്കൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകം നൽകുന്ന രീതി അവസാനിപ്പിക്കും. പകരം ചോദ്യങ്ങളുടെ സിലബസ് MVD ലീഡ്സ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കും. മോക്ക് ടെസ്റ്റും ഈ ആപ്ലിക്കേഷനിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങൾ പാസ്സാകുമ്പോൾ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റുകൾ നൽകും. പുതിയ പരിഷ്കാരങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് MVDയുടെ ലൈസൻസ് എടുക്കുന്നതിന് മുൻപുള്ള ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരും ഇനി MVD ലീഡ് ടെസ്റ്റ് പാസ്സാകണം. ഈ ടെസ്റ്റ് പാസ്സായി സർട്ടിഫിക്കറ്റ് നേടിയാലേ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാനാകൂ. MVD ഉദ്യോഗസ്ഥർക്കും സർവീസ് ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നേടണം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ലേണേഴ്സ് ടെസ്റ്റിലും പുതിയ പരിഷ്കാരങ്ങൾ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.